ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് A4 ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്കൊരു കാർഡിൻ്റെ പോലെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഭാഗം ഞാനൊരു 1 സെൻറ്റിമീറ്റർ വീതിയിൽ സ്കെയിൽ വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മടക്കിയിട്ടുള്ള ആ ഒരു വീതിക്കനുസരിച്ച് ബാക്കിയുള്ളതും കൂടെ മടക്കിയെടുക്കണം. അപ്പോൾ ഒന്ന് അങ്ങോട്ട് മടക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് മടക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആ ഭാഗം മുഴുവനായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ആ കാർഡിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ഇതുപോലെ മടക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ മടക്കിയിട്ടുള്ള അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എല്ലാ മടക്കുകളിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ആ സെൻറ്റർ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ 1 സെൻറ്റിമീറ്റർ മടക്കിയിട്ടുണ്ടായിരുന്നല്ലോ സ്കെയിൽ വെച്ചിട്ട്, ആ ഒരു ഭാഗം ഇതിൻ്റെ കൂടെ ഒട്ടിക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കിയിട്ടുള്ള ആ ഭാഗങ്ങളാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ ആ സൈഡുകളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മടക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ആ 3 ഭാഗം മുഴുവനായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ടുള്ള ആ പേജിലും കൂടെ ഇതുപോലെ തന്നെ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം വൈറ്റ് പേപ്പർ ആകുമ്പോൾ ആ പേപ്പറിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ചാർട്ട് പേപ്പർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ റെഡ് കളറോ അല്ലെങ്കിൽ അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളറ്, ഇപ്പം നമ്മൾ ഗ്രീൻ കളർ വെച്ച് ബോർഡർ വരച്ചിട്ടില്ല ആ ഒരു ഭാഗമല്ലേ, ആ ഭാഗത്ത് അതിൻ്റെ സൈസിൽ തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ആ പേജും മുഴുവനായിട്ട് ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് 6 സെൻറ്റിമീറ്റർ വീതി നീളം വരുന്ന ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ മടക്കി അതിലൊരു ഹാഫ് പെറ്റലിൻ്റെ ഷേപ്പും കൂടെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 8 പെറ്റൽ വരുന്ന ഒരു ഫ്ലവറാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഫ്ലവർ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ ഈസി അതുപോലത്തെ ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി അതിൻ്റെ ഓരോ പെറ്റൽസിലും ഇതുപോലെ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പെറ്റലും കൂടെ കട്ട് ചെയ്ത് കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് രണ്ടും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് രണ്ടും കൂടെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ആ കാർഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് ആ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതിൽ ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസി അല്ലേ ചെയ്യാൻ, ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വൈറ്റ് പേപ്പർ ആവുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അല്ലേ. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ നമ്മളൊരു അടിപൊളി കാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അതുപോലെ ചാർട്ട് പേപ്പർ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പോയി കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നെ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. കുറേ പേര് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. ഇൻഷാ അല്ലാ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.